ഇവിടുത്തെ ഈ സെഷനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ലെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രീ കുറുപ്പിനെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഏകദേശം ഒരു മാസം മുമ്പാണ്. അദ്ദേഹത്തിന് വളരെ പരിചയമുള്ള ഒരു ഇടമാണ് സുഭാഷ് പാർക്ക്. കായലിൻ്റെ തീരമാണ്, കാറ്റുണ്ടാവും, മൈക്ക് പലരും സംസാരിക്കുന്ന വ്യക്തമായി കേൾക്കാൻ പറ്റാതെ വരും, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നവരിലേക്ക് എത്താതെ പോകും എന്നൊരു സൂചന അദ്ദേഹം അന്ന് തന്നിരുന്നു. ഹോർത്തൂസിൻ്റെ വേദി ഒരുക്കുമ്പോൾ അക്കാര്യം മലയാള മനോരമ പരിഗണിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് അതിന് നന്ദി പറയാൻ വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയ സൂചനയുള്ള ഒരു വാചകമായി കൂടി ഞങ്ങൾ അതിനെ കണ്ടു. നമുക്കറിയാം, CPM-ലെ സാമാന്യപ്പെട്ട ഏത് പ്രധാന കസേരയിലും ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ് സുരേഷ് കുറുപ്പെന്ന് നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ ഉയർച്ചയ്ക്ക് വേണ്ട അനുകൂല ഘടകങ്ങളെല്ലാം ഉള്ള ആളാണ് അദ്ദേഹം. പൊതുസമൂഹത്തിലെ സ്വീകാര്യതയാവട്ടെ, അല്ലെങ്കിൽ വായന ആവട്ടെ, അദ്ദേഹം ദിഷണാശാലിയാണ്, നല്ല വായനക്കാരനാണ്. മൈക്ക് പോകുന്നു, കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണല്ലേ അല്ലേ? യൗവനത്തിലെ MP ആയ ആളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ അദ്ദേഹത്തിന് സംഘടനാ പാരമ്പര്യമുണ്ട്. അതേസമയം നമ്മൾ മറ്റു പലരെയും കാണുന്ന പോലെ അച്ചടക്കമില്ലാത്തൊരു നേതാവായി, അല്ലെങ്കിൽ എന്തും തോന്നിയും വഴി വിളിച്ചു പറയുന്ന ഒരു നേതാവായി ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. പക്ഷേ എന്നിട്ടും, ബാക്കി ഞാൻ പൂരിപ്പിക്കേണ്ടതില്ല, പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എവിടെയോ ഒരു മിസ്സിങ് എന്ന് നമ്മളിപ്പോൾ പറയും. എവിടെയോ ഒരു മിസ്സിങ് ഉണ്ട്. ഇപ്പം നമ്മൾ കാണുമ്പോൾ എനിക്ക് സുരേഷ് കുറുപ്പിനോട് ചോദിക്കാനുള്ളത്, പാർട്ടിക്കും സുരേഷ് കുറുപ്പിനും ഇടയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ പുറമേ നിന്ന് കാണുന്നവർക്ക്, പാർട്ടിക്കാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മൾ പുറമേ നിന്ന് കാണുന്നവർക്ക് എന്തോ ഒരല്പം ഇനാക്റ്റീവ് ആയതുപോലെ, ഒരല്പം നിരാശയും മടുപ്പും ബാധിച്ചതുപോലെ തോന്നുന്നുണ്ട്. എന്തു തോന്നുന്നു? എന്താണ് അതിന് ഉത്തരം? വിനോദ് ഇപ്പം പറഞ്ഞതിൽ തന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു. യൗവനത്തിൽ MP ആയി എന്ന് പറഞ്ഞു. യൗവനത്തിൽ പലതവണ MP ആയി, MLA ആയി. അതെല്ലാം പാർട്ടി തീരുമാനിക്കുകയും ഞാൻ ആവുകയും ചെയ്തതാണ്. പിന്നെ മറ്റുള്ളവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഗവനിച്ചിട്ടുള്ള കാര്യമല്ല. പിന്നെ ഏതെങ്കിലും സ്ഥാനങ്ങളിൽ വരിക എന്നുള്ളതാണ് പൊതുപ്രവർത്തനത്തിൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പാർട്ടി പ്രവർത്തനത്തിൻ്റെയും ആത്യന്തിക ഉദ്ദേശം എന്ന് ഞാൻ കരുതിയിട്ടില്ല. ആ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ വരുന്ന സ്ഥാനങ്ങളാവാം. സ്ഥാനങ്ങൾ കിട്ടാത്ത എത്രയോ ആളുകളുണ്ട്, ഇതിലും എത്രയോ അർഹതയുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്കതൊന്നും ആഗ്രഹമില്ല എന്ന് പറയുന്നത് ശരിയല്ല, അങ്ങനെ ഞാൻ പറയുന്നതല്ല. പക്ഷേ അത് കിട്ടിയില്ല എന്ന് കരുതി ഞാൻ എന്താ പറയണ്ടേ, മോഹഭംഗത്തിൽ പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. തീർച്ചയായിട്ടും അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ കാര്യം ഒരു പക്ഷേ ഇതിനെപ്പറ്റി, ഈ ഒരു വിഷയത്തെപ്പറ്റി സജീവമായ ചർച്ച നടന്നപ്പോൾ തന്നെ സുരേഷ് കുറുപ്പ് പറഞ്ഞ കാര്യമാണ്. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ജയിച്ചപ്പോൾ മന്ത്രിയാകും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ സ്പീക്കറാകും എന്നൊക്കെയുള്ള ചർച്ച നടന്നപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എനിക്കതിനകത്തൊരു പുതുമയായിട്ട് തോന്നുന്നുമില്ല. ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെ ആവുമ്പോഴും ഈ പദവിയിലൊക്കെ എത്താനുള്ള അർഹത താങ്കൾക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ടോ? വിനോദം, ഞാൻ പറഞ്ഞല്ലോ, അർഹതയുള്ള ഒരുപാട് ആളുകളിൽ നിന്നാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പം അർഹതയുള്ള ചില ആളുകൾ പരിഗണിക്കപ്പെടാതെ പോവും. അതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത്, അങ്ങനെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ പരാതി പറയുക, പരിഭവം കാണിക്കുക, അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അതൊരു മോശം കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ വീണ്ടും പറയാം, അതൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ ഞാൻ മഹാത്മാഗാന്ധി ഒന്നുമല്ല. പക്ഷേ അതിന് പരിഗണിക്കപ്പെട്ടില്ല എന്ന് വെച്ച് ഞാനതിൻ്റെ പേരിൽ പിണങ്ങി മാറുന്ന ഒരാളല്ല, അതിൽ പരിഭവം പറയുന്ന ആളല്ല. ഈ ഉത്തരത്തോട് ചേർത്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇതിൽ പിണങ്ങി മാറില്ല, പരിഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ പൊതുവേ CPM-ൻ്റെ നേതൃനിരയെ ശ്രദ്ധിച്ചാൽ വടക്കൻ കേരളത്തിന്, അല്ലെങ്കിൽ മലബാറിന് ഭാഗത്തിന് ഒരു വലിയ ആധിപത്യം, അല്ലെങ്കിൽ ഒരു വലിയ മേൽക്കൈ എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് തിരിച്ചു നോക്കിയാൽ കോട്ടയം പോലുള്ള സ്ഥലത്തു നിന്നല്ലേ, മധ്യ തിരുവിതാംകൂറിൽ നിന്ന്
CPM-ൻ്റെ വളർച്ചയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സംശയമുള്ളത് കൊണ്ടാണോ അവിടെ നിന്നുള്ള നേതാക്കന്മാർക്ക് ഇത്തരം വലിയൊരു പൊസിഷനുകളിലേക്ക് വരാൻ പറ്റാതെ പോയത്? അങ്ങനെ ഒരു വേറുകൃത്യം CPM-ൽ ഈ കേരളത്തെ സംബന്ധിച്ചോളം ഉണ്ടോ? അതായത് വടക്കേ മലബാർ ആദ്യകാലം തൊട്ട് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. വിനോദിനറിയാമല്ലോ. പാർട്ടി രൂപം കൊള്ളുന്ന അവിടെയാണ്. വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. പാർട്ടിയുടെ വലിയ അടിത്തറയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അവരുടെ അവിടെ നിന്ന് കൂടുതൽ ആളുകൾ നേതൃത്വ നിരയിലേക്ക് വരുന്നു. പണ്ട് തൊട്ടേ വന്നിട്ടുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വലിയ നേതൃത്വ നിര ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കാണുന്നത് ശരിയല്ല. പിന്നെ വലിയ സ്വാധീനം വരുന്ന ഒരു മേഖലയിൽ നിന്ന് ആളുകൾ കൂടുതലായിട്ട് വരും. അത് സ്വാഭാവികമായൊരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ നിങ്ങൾക്കും ഒരുപക്ഷെ സുരേഷ് കുറുപ്പിനും കൃത്യമായിട്ട് അറിയാം. അതായത് നമുക്ക് CPM-ൽ 2 തരം നേതാക്കന്മാരാണുള്ളത്. ഒന്ന് പാർട്ടിയിൽ വളരെ ശക്തരായ നേതാക്കന്മാർ, പക്ഷേ പൊതുസമൂഹത്തിൽ അവരത്ര സ്വീകാര്യരാവണമെന്നില്ല. രണ്ടാമത്തേത് പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യരായ നേതാക്കന്മാർ, പാർട്ടിക്കുള്ളിൽ അവരത്ര വലിയ സ്വാധീന ശക്തി ആവണമെന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസം CPM-ലും മറ്റു പാർട്ടികൾക്കും ഉണ്ടാവാം. CPM-ൽ അങ്ങനെ ഇല്ലേ? ഉണ്ടല്ലോ. എന്നെ കൊണ്ട് ഈ വേദിയിലിരുത്തി ഒരു പാർട്ടി വിരുദ്ധ പരാമർശം നടത്തി. അല്ല, അതിനെന്താ കുറിപ്പിന് മറുപടി പറയാം? അതായത് ഈ ആളുകളെക്കുറിച്ചൊരു പൊതുവായ പെർസെപ്ഷൻസ് ആളുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതല്ലാതെ ഓരോരുത്തരുടെ രീതികളും സ്വഭാവങ്ങളും വ്യത്യസ്തമല്ലേ. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, അതേ ഉള്ളൂ. അല്ലാതെ അപ്പോൾ അതിൽ തന്നെ തുടർച്ചയായി ഞാൻ എന്തായാലും ഒരു ചോദ്യം ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാതെ മുന്നോട്ട് പോകുന്നില്ല. എന്നുവെച്ചാൽ ഈ 2 വിഭാഗങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ വിഭാഗം, അതായത് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയുള്ളതും പാർട്ടിയിൽ അത്ര സ്വീകാര്യത ഇല്ലാത്തതുമായ ഒരു വിഭാഗത്തിലാണ് കുറുപ്പ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ പൊരുത്തക്കേടുകളുടെ ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു ഫലം താങ്കൾ അനുഭവിച്ചിട്ടുണ്ടോ? എന്താ തോന്നുന്നത്? അതായത് പൊതുസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യതയുണ്ടെന്ന് വിനോദ് പറഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ പാർട്ടിയിൽ അങ്ങനെ ഒരു സ്വീകാര്യത ഇല്ലാത്ത സ്ഥിതി എനിക്ക് തോന്നിയിട്ടില്ല. സ്വീകാര്യത ഉള്ളതുകൊണ്ടാണല്ലോ എന്നെ പലതവണ പാർലമെൻറ്റ് അംഗമാക്കുകയും നിയമസഭാ അംഗമാക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊരു പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇത് ആയിരക്കണക്കിന് ആളുകൾ ഉള്ള ഒരു പ്രസ്ഥാനമല്ലേ. അതിനകത്ത് ചില ആളുകളെ ചില കാരണത്തിൻ്റെയൊക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടും. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളായി മാത്രം കാണുന്നയാളാണ് ഞാൻ. VS പക്ഷക്കാരനല്ല എന്ന് പലപ്പോഴും താങ്കൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ VS-ൻ്റെ നിലപാടുകളോട് താങ്കൾക്ക് നല്ല ആഭിമുഖ്യമുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും VS എടുത്ത പല നിലപാടുകളോടും എനിക്ക് അനുകൂലമായിരുന്നു. പക്ഷേ VS ഗ്രൂപ്പ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട പോലെ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയോ അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ ചെയ്യുമോ ഒന്നും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ VS എടുത്ത നിലപാടുകൾ പലതും ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അത് സത്യമാണ്. ഈ ഉത്തരം ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ ആ കുരുത്തം കേട്ട രണ്ടാമത്തെ ചോദ്യം അതിലേക്ക് പോവുക. ഈ നിലപാടുകളോടുള്ള പൊരുത്തം VS പക്ഷക്കാരനെന്ന് മുദ്ര കുത്തുന്നതിൽ വഴി വെച്ചതായി തോന്നുന്നുണ്ടോ? അത് നമ്മുടെ അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു പരത്തിയല്ലോ. ഞാൻ VS പക്ഷക്കാരനാണെന്നും അതിൻ്റെ ഭാഗമാണെന്നും ഒക്കെ വലിയ പ്രചരണം നടന്നു. പക്ഷേ ഞാനത് തിരുത്താനും പോയില്ല, ഒന്നും പോയില്ല. അത് ശരിയല്ല എന്നാണോ ഇപ്പോൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന VS ഗ്രൂപ്പോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിലോ ഞാൻ ഭാഗഭാക്കായിട്ടില്ല. അതേസമയം VS എടുത്ത പല വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. VS എടുത്ത നിലപാടുകളോട് എനിക്ക് യോജിപ്പായിരുന്നു. ഈ ആലപ്പുഴ കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായത് VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് നമുക്ക് ഇനിയെങ്കിലും തുറന്നു പറയാനുള്ള സമയമായോ ഇപ്പോൾ? ഇല്ല, വീട്ടിൽ പറയേണ്ട കാര്യം നാട്ടിൽ പറയാൻ പറ്റില്ല. അത് ഞാൻ പറയില്ല.
അത് ഒന്നാമത് സമ്മേളനത്തിൽ നടക്കുന്ന അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായി പുറത്ത് പറയുന്നത് ശരിയല്ല. അതൊരു തെറ്റായ കാര്യം. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, പറയത്തില്ല. അത് താനല്ല എന്ന് ചിന്താ ജെറോം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ അതൊരു അടഞ്ഞ കാര്യമാണ്. ചിന്താ ജെറോമിനെ ഞാനൊരിക്കൽ ഒരു എന്താണ് ഒരു വിവാഹ ചടങ്ങ് വെച്ച് കണ്ടു. ഞങ്ങൾ സൗഹൃദം പങ്കിടുകയും ചെയ്തു. ഇനിയിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയാവത്തില്ല. ഈ ട്രാക്കിൽ മുന്നോട്ട് പോവുകയല്ല അല്ലേ? ശരിയാവും തോന്നില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിന്നെ തിരിച്ചു വരാം. അപ്പോൾ പിന്നെ എന്തായാലും CPM കുറിച്ച് കുറിപ്പ് ഒന്നും പറയാൻ സാധ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് ചോദിച്ചാലോ? ഈ ബീഹാറിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ കുറിച്ച് ദേശീയ രാഷ്ട്രീയത്തിലും കേരളത്തിലും കോൺഗ്രസിൻ്റെ ഒരു പൊസിഷനെക്കുറിച്ച് ഇത്ര രാഷ്ട്രീയ പരിചയമുള്ള ആൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ വർഷം മുതൽ ഡൽഹി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അഭിപ്രായം എന്താണ്? കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? കോൺഗ്രസ്സിലുള്ള പ്രതീക്ഷ എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ വേദിയിൽ ഉച്ചയ്ക്ക് പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സംസാരിച്ചിരുന്നു. അദ്ദേഹം അപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ടുള്ള ഒരു അടുപ്പത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ചോദിക്കുന്നത്. അതായത് കോൺഗ്രസ് ഓവർ ദി ഇയേഴ്സ് ദുർബലമായി. ആ ദുർബലമായി എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണ്ടേ? സീറ്റ് ചർച്ചകളിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്യണ്ടേ? മറ്റുള്ളവരെ കൂട്ടത്തിൽ കൂട്ടി ഒന്നിപ്പിച്ച് നിർത്താനുള്ള ഒരു ആകാംക്ഷ കാണിക്കണ്ടേ? പിന്നെ കോൺഗ്രസ് ഒരു അച്ചടക്കമില്ലാത്ത ഒരു ആൾക്കൂട്ടമായി പണ്ടും അങ്ങനെയുണ്ട്. അപ്പം അന്ന് ശക്തമായ എതിരാളികളില്ല, അതോർക്കണം. ഇപ്പോൾ BJP പോലെ അതിശക്തമായൊരു പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു. അതിനെ എതിരിടാനുള്ള ആയുധങ്ങൾ ഒരുക്കൂട്ടാൻ കോൺഗ്രസ്സിന് പറ്റുന്നില്ല. ആ നേതൃത്വം ദുർബലമായി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കുടുംബാധിപത്യമൊക്കെ അതിനെ ബാധിച്ചിട്ടുണ്ട്. BJPയുടെ അതിശക്തമായ പ്രചരണം, പിന്നെ 3 തവണയെ അധികാരത്തിൽ വരുന്ന BJPയിലേക്ക് പോകാനുള്ള കോൺഗ്രസിൻ്റെ റാങ്ക് ആൻഡ് ഫയലുള്ളവരുടെ ആഗ്രഹം, കോൺഗ്രസ് മാസ് മാറി വോട്ട് ചെയ്തു. പിന്നെ ജാതി സമവാക്യങ്ങളിൽ കോൺഗ്രസ് പുറകോട്ട് പോയി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് അവർ ദുർബലമാകുന്നത്. ആ ദൗർബല്യം പരിഹരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. BJP തുടർച്ചയായി അധികാരത്തിൽ വരുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഞാൻ വിശ്വസിക്കുന്നത് ഈ ഹിന്ദു മതത്തിലെ വിവിധ ജാതികളെ BJP ഏകോപിപ്പിച്ചു. ജാതിയില്ലാതെ ഒരു ഹിന്ദു ഇല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാതിയാണ്, അത് എല്ലാവർക്കും അറിയാം. ഈ പല ജാതികളായി നിന്ന ഹിന്ദു സമുദായത്തെ വർഗീയതയുടെ പേരിൽ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളെ മുൻനിർത്തി, ഓൾറെഡി അവർക്ക് സവർണ വോട്ടുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവരേകോപിപ്പിച്ചു. BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഈ BJP ഉയർത്തിയ ഈ ജാതി ഐക്യമുണ്ടല്ലോ, അതിനെ പൊളിക്കാതെ BJPയെ ഉത്തരേന്ത്യയിലോ ഇന്ത്യയിലാകെയോ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാണ് എൻ്റെ വിശ്വാസം. അതെങ്ങനെ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് അതാണ് ആ ജാതി ഐക്യം, ഇവർ ഊട്ടിയുറപ്പിച്ച ജാതി ഐക്യം ഇതര മതവിഭാഗങ്ങൾക്കെതിരായി അവരെല്ലാം ഹിന്ദുക്കൾക്കെതിരാണ് എന്ന പ്രചരണം നടത്തി വർഗീയലകൾ ഉണ്ടാക്കി. അങ്ങനെയെല്ലാം അവരുണ്ടാക്കിയ ഈ ഐക്യത്തെ തകർക്കാതെ BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഈ കുറിപ്പ് പറഞ്ഞത്, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം ദുർബലമായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മറുവശം ചോദിച്ചാൽ CPMൻ്റെ നേതൃത്വം അതിശക്തമാവുകയും അതിൽ വിമർശനത്തിന് പോസിബിലിറ്റി ഇല്ലാതെ വരികയും ചെയ്തതാണോ ഇപ്പോൾ ആധുനിക കാല CPM നേരിടുന്ന ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രതിസന്ധി? വിനോദ് എന്നെ കളിയാക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. CPM അതിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ദുർബലമായി. അതൊരു സത്യമാണ്, മറച്ചു വെച്ചിട്ടുള്ള കാര്യം. അവശേഷിക്കുന്ന ഒരു തുരുത്താണ് കേരളം. അപ്പോൾ ഇവിടെ ഒരു സർവാധിപത്യമാണ് നേതൃത്വം എന്നൊക്കെ പ്രചരണമാണ്. അങ്ങനെയൊന്നുമില്ല. പ്രധാനപ്പെട്ട ഒരു നേതാവ് എപ്പോഴും എല്ലാ പാർട്ടിക്കും ഉണ്ട്. EMS ഉണ്ടായിരുന്നപ്പോൾ, AKG ഉണ്ടായിരുന്നപ്പോൾ അവരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പം സ്വാഭാവികമായി ഒരു 1-2 വ്യക്തികൾ പ്രധാന നേതാക്കന്മാരായി എല്ലാ പാർട്ടിയുടെയും മുമ്പിലുണ്ട്. അതുപോലെ കേരളത്തിലും CPMനുണ്ട്. അത് CPMൽ വേറെ ആരുമില്ല എന്നൊക്കെയുള്ളത് അദ്ദേഹം പറയുന്ന കാര്യത്തിന് കൂടുതൽ മുൻതൂക്കം ഉണ്ടാവും. EMS പറഞ്ഞിരുന്ന കാര്യത്തിന് മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട്.
അങ്ങനെ ഞാൻ കരുതുന്നില്ല. കുറുപ്പേട്ടൻ എന്നെയും കളിയാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം അത് ഡൽഹിയിലേക്ക് ആ ചോദ്യം വലിച്ചുകൊണ്ട് പോയതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ഡൽഹിയിലേക്ക് പോയേ പറ്റൂ. ഈ ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്താണ്? ഇടതുപക്ഷത്തിലുള്ള പ്രതീക്ഷ എന്താണ്? വിനോദം, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിനപ്പുറം ഇടതുപക്ഷം പറയുന്നത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഇല്ലേ? എപ്പോഴും ഉണ്ട്. ഇന്നാണെങ്കിൽ വളരെ ദുർബലമായ ഇടതുപക്ഷമെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. ഉദാഹരണത്തിന് എല്ലാവരും ഇപ്പം അംഗീകരിക്കുന്ന കാര്യമാണ് ഇന്ത്യ സഖ്യത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ സീതാറാം യെച്ചൂരി വഹിച്ച പങ്ക്. അപ്പം ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു റോളുണ്ട്. ഇപ്പം ഞാൻ പാർലമെൻറ്റിലുണ്ടായിരുന്നപ്പോൾ ഇടതുപക്ഷം ഫ്ലോർ മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അതിന് മുൻകൈ എടുത്ത് സോമനാഥ് ചാറ്റർജി പോലുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ എപ്പോഴും ഇടതുപക്ഷം ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. എന്ത്? മുഖ്യ ശത്രുവിനെതിരായിട്ട്. അതെപ്പോഴും ഉണ്ട് ഇടതുപക്ഷം. പിന്നെ ദുർബലമായി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പണ്ടത്തെ പോലെ ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ദുർബലമാകാൻ കാരണം മറ്റേതെങ്കിലും പാർട്ടികൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നതാണോ, അതോ പാർട്ടിയുടെ തന്നെ നയങ്ങളിലും പാർട്ടിയുടെ തന്നെ ചിന്താശേഷിയിലും ദിശാബോധത്തിലും ഉണ്ടായ ഒരു പോരായ്മയാണോ? അങ്ങനെയല്ല. ഇപ്പോൾ ഒന്നാമത് ഈ വർഗീയത പറഞ്ഞുള്ള BJPയുടെ ഒരു തള്ളിക്കയറ്റം വന്നു. അതിൽ എല്ലാ പാർട്ടികളും പുറകോട്ട് പോയിട്ടുണ്ട്. പിന്നെ ബംഗാളിൽ അറിയാമല്ലോ, അന്നത്തെ സംഭവവികാസങ്ങളിൽ എല്ലാവരെയും തടുത്തുകൂട്ടി CPM-നെ പരാജയപ്പെടുത്തുന്നതിന് വലിയൊരു യജ്ഞം നടന്നു. വിഭജനകാലം മുതൽ ഒന്നായിരുന്ന CPI-ക്കും അതിനുശേഷം CPM-ൻ്റെയും കൂടെ നിന്ന ബംഗാളിലെ ഏതാണ്ട് 26% വരുന്ന മുസ്ലിങ്ങൾ ഏതാണ്ട് അടപടലം മാറിപ്പോയി. അതെല്ലാമാണ് ബംഗാളിലെ പതനത്തിന് കാരണം. അപ്പം അന്നത്തെ നയസമീപനം അതിലൊരു കാര്യം വഹിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ടെക്നോളജിയുടെ അല്ലെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ കാലമാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്താൽ, ഫോണിൽ ടൈപ്പ് ചെയ്താൽ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സുരേഷ് കുറുപ്പുമായി സംസാരിക്കുന്നു എന്ന് ആളുകളോട് പറയുമ്പോൾ സുരേഷ് എന്ന് പറയുമ്പോഴേ സുരേഷ് ഗോപി എന്ന് ആളുകൾ ചോദിക്കുന്നു. അതായത് ആളുകൾ സുരേഷ് ഗോപി എന്ന് പ്രോംപ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്ന അതിനെ പറ്റിയല്ല. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ തരുന്ന കേരളത്തിൻ്റെ വളർച്ചയിൽ വഹിക്കുന്ന പങ്കിനെക്കുറിച്ചോ അല്ലെ അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചോ എന്താ പറയാനുള്ളത്? കേരളത്തിൽ നിന്നുള്ള BJP മന്ത്രിമാർ വലിയ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം BJPയുടെ ഒരു അജണ്ട ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരുടേതല്ലാത്ത ഗവൺമെൻറ്റുകളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു അജണ്ട അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരിമിതിയുണ്ട്. പിന്നെ ഈ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ആരും ക്യാബിനറ്റ് മന്ത്രിമാരില്ല. അവരങ്ങനെ പൊളിറ്റിക്കലി വലിയ ആളുകളല്ല. അതിൻ്റെയൊക്കെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലെയുള്ള ആളുകൾ വന്നിരുന്നപ്പോൾ അതിനൊരു സ്റ്റേച്ചറുണ്ട്. അല്ലെ, ഒരുപാട് ആളുകൾ, ലീഡർ കരുണാകരൻ വന്നിരുന്നപ്പോൾ ഒരു സ്റ്റേച്ചറുണ്ട്. ആ സ്റ്റേച്ചർ ഇവിടെ ഇല്ല. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ അവർക്ക് വലിയ കോൺട്രിബ്യൂഷൻ നടത്താൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുടെ ഇതിലൊരു കേന്ദ്രമന്ത്രിയുടെ വിജയത്തിന് പിന്നിൽ പൂരം കലക്കിയതുപോലെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പരിധി വരെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ CPM അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാൻ? ഇതൊക്കെ ഒരു തെളിവുമില്ലാത്ത അപവാദ പ്രചരണങ്ങളല്ലേ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതൊക്കെ രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചൊരു തെളിവില്ലെങ്കിലും അവർ പൂരം കലക്കി, ഇവർ പൂരം കലക്കി, അതിനകത്ത് ഇവർക്ക് പങ്കുണ്ട് എന്നെല്ലാം പറയുക. അതൊന്നും വാസ്തവമല്ല. പൂരം കളയ്ക്കാൻ എന്തിനാ CPM പോകുന്നത്? ഇത്രയും കാലം കലക്കാത്ത പൂരം ഇപ്പോൾ കലക്കേണ്ട കാര്യം. പൂരം എന്ന് പറയുന്നത് അവിടെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ ജനങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് നിന്ന് നടക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊക്കെ CPM-ന് പങ്കുണ്ടെന്നൊക്കെ ആരോപിക്കുന്നത് വാസ്തവ വിരുദ്ധമാണ്.
ഇതൊന്നും ഇതൊക്കെ വാസ്തവവിരുദ്ധമാണെന്ന് സുരേഷ് കുറുപ്പ് പറയുമ്പോഴും വാസ്തവമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ബി ജെ പിയിലെ ചില നേതാക്കളുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇപ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് കോട്ടയത്ത് കുറുപ്പിൻ്റെ മകൻ്റെ വിവാഹം നടന്നപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയായ CP രാധാകൃഷ്ണൻ എത്തിയിരുന്നു. അദ്ദേഹം തമിഴ്നാട് ഗവർണറാണ്. ഇപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഒരു അടുപ്പത്തെ പറ്റി, അപ്പോൾ ഈ രാഷ്ട്രീയത്തിനുപരിയായിട്ടുള്ള കുറുപ്പിൻ്റെ സൗഹൃദങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഈ CP രാധാകൃഷ്ണനുമായിട്ടുള്ള സൗഹൃദത്തെപ്പറ്റി എന്താ പറയാനുള്ളത്? വിനോദിനറിയാമല്ലോ, നമ്മൾ രണ്ടുപേരും കോട്ടയംകാരാണ്. അപ്പോൾ കോട്ടയം ഒരു തീവ്ര രാഷ്ട്രീയത്തിൻ്റെ സ്ഥലമല്ല, ഒരിക്കലും ആയിരുന്നില്ല. അതേസമയം എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ തമ്മിലുള്ള സൗഹൃദങ്ങളുണ്ടായിരുന്നു. അതെനിക്ക് CMS കോളേജിൽ നിന്നും കോട്ടയത്തു നിന്നും കിട്ടിയ, ഞാൻ ഇംബൈബ് ചെയ്ത ഒരു കാര്യം, ഞാൻ അറിയാതെ തന്നെ ഇനി വന്നിട്ടുള്ളൊരു കാര്യമാണ്. പഠിക്കുന്ന കാലത്താണെങ്കിൽ കോട്ടയത്ത് കോഫി ഹൗസിൽ എല്ലാ വിദ്യാർത്ഥി സംഘടന കോട്ടയത്തെ അറിയപ്പെടുന്നവർ ആരൊക്കെ, ഇന്നിപ്പം പൊതുരംഗത്ത് അറിയപ്പെടുന്ന ആൻ്റോ ആൻ്റണി, പുതുശ്ശേരി, ഡിജോ കാപ്പൻ എന്നിങ്ങനെ അസംഖ്യം ആളുകൾ കോഫി ഹൗസ് കേന്ദ്രമായിരുന്നു. അപ്പം എന്നെയൊക്കെ എന്തെങ്കിലും കാര്യത്തിന് വൈകുന്നേരം അന്ന് മൊബൈലുള്ള കാര്യമല്ല, കാലമല്ല, കോഫി ഹൗസിലേക്കാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ SFI പ്രസിഡൻ്റായപ്പോൾ മനോരമയിലും പത്രത്തിലും എല്ലാം എൻ്റെ പടം വന്നു, ഇന്നാരെ SFI പ്രസിഡൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ റഷീദുണ്ട്, കോയാൻ ഞങ്ങൾ വിളിക്കുന്നത്. ആ റഷീദിൻ്റെ വീട് കോഫി ഹൗസിൻ്റെ പുറകില്ല. കോഫി ഹൗസിലെ സെഷൻ കഴിഞ്ഞാൽ പിന്നെ റഷീദിൻ്റെ വീടിൻ്റെ വരാന്തയിലും വാതിക്കലും റോഡിലും ഒക്കെ നിന്നാണ് ഞങ്ങൾ വർത്തമാനം പറയുന്നത്. അപ്പം റഷീദിൻ്റെ ബാപ്പ കോയയെ റഷീദിനെ വിളിച്ച് ഉറങ്ങിക്കിടക്കുക, വിളിച്ച് പറഞ്ഞു, നിൻ്റെ കൂട്ടുകാരൻ KSUകാരൻ SFI പ്രസിഡൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ അപ്പം KSUക്കാരും മറ്റെല്ലാവരുമായും കൂടിയിരുന്നിട്ടുള്ള ഒരു സൗഹൃദം വന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി മറ്റ് എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരോട് അവരുടെ രാഷ്ട്രീയത്തിനോടുള്ള എതിർപ്പെന്നല്ലാതെ മറ്റൊരു കാര്യം ഉണ്ടായിട്ടില്ല. CP രാധാകൃഷ്ണൻ അന്ന് കോയമ്പത്തൂർ MP ആയിരുന്നു, 2 തവണ പ്രതിപക്ഷത്തായിരുന്നു. UPA ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം രാധാകൃഷ്ണൻ മലയാളം അറിയാം, കേരളത്തോട് അടുപ്പമുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ വലിയൊരു സൗഹൃദമാണ്, അതൊരു കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത്. ഈ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ടുള്ള ഇത്തരം സൗഹൃദങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്? എന്താണ് അതിലെ ഒരു കോമൺ ഡിസ്കഷൻ? തീർച്ചയായിട്ടും രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളും ഓരോരുത്തരെടുത്ത നിലപാടുകളും അതെല്ലാം തമ്മിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പിന്നെ അതിലുപരിയുള്ള ഒരു സൗഹൃദം, സൗഹൃദത്തിൽ എന്തെല്ലാം ചർച്ച ചെയ്യാം അതെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. പൊതുവേ ചിരി മായാത്ത ഒരു മുഖമാണ് സുരേഷ് കുറുപ്പിൻ്റേത്, നമുക്കറിയാം. നല്ല മനോഹരമായ ചിരിയാണ്, ഫോട്ടോഗ്രാഫിക്കും മറ്റും പറ്റി ഏറ്റവും ഞങ്ങളുടെ ആർക്കൈവ്സിലുള്ള ഏറ്റവും സുന്ദരമായ ചിത്രങ്ങൾ ഇത്രയും കാലമായിട്ടും ചിരിയുടെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ സുരേഷ് കുറുപ്പിൻ്റെയാണ്. അപ്പോൾ ഇത്തവണ ഇതിൻ്റെ ബ്രോഷറിന് വേണ്ടി കുറുപ്പിൻ്റെ പടം എടുക്കാൻ ആലോചിക്കുമ്പോൾ പിക്ചർ എഡിറ്റർ ഒന്ന് സംശയിച്ചു ഇതിൽ ഏത് ചിത്രം വേണം എന്ന്. അത്ര മനോഹരമായ ചിത്രം. പക്ഷേ കുറുപ്പ് ദേഷ്യപ്പെടുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ട്രെയിൻ യാത്രയിൽ ഒരാളോട് അതിശക്തമായി ദേഷ്യപ്പെട്ട ഒരു കഥ കേട്ടിട്ടുണ്ട്. എന്താ വിനോദ് ഉദ്ദേശിക്കുന്നത്? MN ഗോവിന്ദൻ നായരെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാരെങ്കിലും പറഞ്ഞ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് SFIയുടെ പ്രധാന ഭാരവാഹികളിൽ ഒരാളായിരിക്കുന്നു, പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരനും കൂടി കൊല്ലത്ത് പോയി. തിരിച്ച് ചെന്നൈ മെയിൽ, അന്ന് മദ്രാസ് മെയിൽ വന്ന് കയറി. 2nd ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ MN ഗോവിന്ദൻ നായർ വന്ന് വേക്കൻ്റായി കിടന്ന് ഞങ്ങളുടെ മുമ്പിലത്തെ സീറ്റിലിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി MN ആണെന്ന് മനസ്സിലായി. അങ്ങോട്ടും അപ്പോൾ ഒന്നും പരിചയപ്പെടാനൊന്നും പോയില്ല. അപ്പോൾ അന്നെല്ലാം ഈ 2nd ക്ലാസ് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് വെറുതെ 2nd ക്ലാസ് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ ക്ലാസ്സിൽ കയറിയ കേരളത്തിനകത്ത് ഒരു രൂപ അവരൊരു റെസിപ്റ്റ് എഴുതി തരും. അത് വെച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, അവിടെ റിസർവേഷനുള്ള ആളുകൾ വരുന്നിടം വരെ. അപ്പം TTR വന്നു. MN ഗോവിന്ദൻ നായർ ഒന്നും മിണ്ടാതെ, അദ്ദേഹം വലിയ സിഗരറ്റ് വലിക്കാരനായിരുന്നു. അന്ന് ഈ പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിയൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹം തുടർച്ചയായിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അപ്പം
78 അദ്ദേഹം പാർലമെൻറ്റിൽ പരാജയപ്പെട്ട, ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞുള്ള സമയമാണ്. അപ്പം TT വന്ന് ടിക്കറ്റ് ചോദിച്ചു, MN ടിക്കറ്റ് കൊടുത്തു. അപ്പോൾ ഇയാൾ വളരെ ധിക്കാരത്തിൽ MNനോട് ഇതിനകത്ത് കയറരുതെന്നറിയരുത് എന്ന് ചോദിച്ചു. കയറുന്നതിനൊരു കുഴപ്പമില്ല, കയറാം, അത് അലൗഡാണ്. അപ്പോൾ MN ചോദിച്ചു, ഇതന്നെ വല്ല റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റോ മറ്റോ ആണോ എന്ന് വളരെ ഇതായിട്ട് ചോദിച്ചു. അപ്പോൾ ഈ TTR അതിലും ധിക്കാരത്തിൽ അദ്ദേഹത്തോട് വയസ്സായ കണ്ണും മൂക്കൊന്നും കാണില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലോ, എനിക്കത് അതിഭയങ്കരമായി സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. ഞാൻ അപ്പം തന്നെ അയാളോട് പറഞ്ഞു, ഇയാൾ ആളും തരവും നോക്കി സംസാരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഭാഗ്യത്തിന് ഈ TT പിന്നെ ഒന്നും മിണ്ടിയില്ല. അയാൾ MN ആ റെസിറ്റ് അയക്കത് എഴുതി കൊടുക്കേണ്ട കാര്യമുള്ളൂ, ഇങ്ങനെ ആളുകളെ അപമാനിക്കേണ്ട കാര്യമില്ല. അപ്പം എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി MNൻ്റെ അതിനോടുള്ള പ്രതികരണമാണ്. MN എന്താ പറഞ്ഞതെന്നറിയാവോ? ഇത് കഴിഞ്ഞ ഉടനെ, വയസ്സായി കണ്ണും മൂക്കും ഒന്നും കാണത്തില്ലെന്നല്ലേ അയാൾ പറഞ്ഞുള്ളൂ. അതെന്നെ ഉണ്ടല്ലോ, അതെന്നെ വല്ലാതെ സ്പർശിച്ചൊരു കാര്യമാണ്. അതായത് അദ്ദേഹത്തെ പോലെ ഒരാൾ അദ്ദേഹത്തെ പ്രാക്ടിക്കലി അപമാനിച്ച ഒരു കാര്യം, അങ്ങേരത് അദ്ദേഹം അത് വളരെ വളരെ ഡിഫ്യൂസ് ചെയ്തു ക്ലീനായിട്ട്. അതെനിക്ക് വലിയ ജീവിതത്തിലെ വലിയൊരു പാഠമായിരുന്നു. ഈ വയസ്സായ കണ്ണുമൂക്കൊന്നും കാണാൻ വയ്യേ എന്നുള്ള ചോദ്യം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ യുവതലമുറയിലെ, അല്ലെങ്കിൽ എന്താ പറയുക, രാഷ്ട്രീയത്തിലെ യുവതലമുറ മുതിർന്ന നേതാക്കന്മാരോടും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതുകൊണ്ടാണ് പലരും പക്ഷേ അന്നേരം വയസ്സായി എന്ന് പറയാതെ തിരിച്ചുള്ള പരസ്യ പ്രതികരണങ്ങൾക്കും തയ്യാറാവുന്നത്. അതായത് ഈ രാഷ്ട്രീയ പ്രവർത്തനം പ്രായമായവരും യുവാക്കളും എല്ലാം കൂടെയുള്ള ഒരു പ്രക്രിയയാണ്. അതിനകത്ത് വയസ്സായവരെ എല്ലാം തള്ളി മാറ്റി അങ്ങ് യുവജനങ്ങൾ കയറണം എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥമില്ല. സ്വാഭാവികമായി യുവജനങ്ങൾ വന്നിട്ടുണ്ട്, സ്വാഭാവികമായ കൊഴിച്ചുപോക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്പം മുമ്പ് സുരേഷ് കുറുപ്പ് ദേഷ്യപ്പെട്ട ഒരു കഥയാണ് നമ്മൾ കേട്ടത്. സുരേഷ് കുറുപ്പിനോട് സുശീല ഗോപാലൻ ദേഷ്യപ്പെട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഒരു ഡ്രൈവറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? അത് ആർക്കും അറിയാം. MNൻ്റെ കാര്യം പലർക്കും, എൻ്റെ കൂട്ടുകാർക്കും അവർക്കും ഒക്കെ അറിയാം. അതായത് ഏതോ ഒരു കാര്യത്തിൽ AK സെൻറ്ററിലെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ എന്നോട് മോശമായി പെരുമാറി, അല്ലെങ്കിൽ മോശമായി പെരുമാറിയെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അയാളോട് ക്ഷുഭിതനായി. ഈ AK സെൻറ്ററിൻ്റെ താഴത്തെ കയറി ചെല്ലുന്നിടത്ത് വെച്ചാണ് ഈ സംഭവം. അപ്പോൾ ഈ ശബ്ദം കോലാഹലം വന്നു എന്ന് തോന്നുന്നു. സുശീല ഗോപാലൻ മുകളിലിരിക്കുക. ഇത് കേട്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ വാളും കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്ന പുള്ളിക്കാരി കണ്ടു. എന്നോട് സ്നേഹത്തോടെ തോളത്ത് തട്ടി ഇയാൾ വാ എന്നൊക്കെ പറഞ്ഞ് മാറി. എന്നിട്ട് എന്നോട് പറഞ്ഞു, കുറുപ്പേ, ഇയാൾ നമ്മളെക്കാൾ താഴെയുള്ളതെന്നല്ല അവരുദ്ദേശിച്ചത്. അതായത് ഒരു താഴ്ന്ന ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരോടൊന്നും ഇയാൾ ഒരിക്കലും ക്ഷുഭിതനാവരുത് എന്നെന്നോട് പറഞ്ഞു. അതെനിക്ക് വലിയ, ഈ പറഞ്ഞ പോലെ വേറൊരു പാഠമായിരുന്നു. നിങ്ങൾ അവരോടൊന്നും ഒരിക്കലും ക്ഷുഭിതരായി വഴക്കുണ്ടാക്കരുത് എന്ന് സുശീലേച്ചി പറഞ്ഞു. അല്ലാതെ എന്നോട് ദേഷ്യപ്പെട്ടില്ല, സ്നേഹത്തിലാണ് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും ഓർമ്മിക്കുന്ന, എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. കുറുപ്പിനോട് ദേഷ്യപ്പെടാൻ എളുപ്പമല്ലെന്ന് എനിക്കറിയാം. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇന്നത്തെ ഇങ്ങനെ ഒരു ഇൻട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ വേദിയിൽ വെച്ച് കുറുപ്പിനോട് ചോദിക്കാൻ ഒരു ചോദ്യം എന്നോട് KK രമ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കോട്ടയത്തേക്കുള്ള ഒരു റെയിൽവേ ടിക്കറ്റ് ഉണ്ടായിരുന്നു എന്നറിയാം. അത് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണത്തിന് വരാൻ വേണ്ടി എടുത്ത ടിക്കറ്റ് ആയിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വളരെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കുറുപ്പ് സംസാരിച്ചിട്ടുമുണ്ട്. KK രമ എന്നോട് ചോദിച്ചത്, TP മരിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ഞങ്ങളെ
വീട്ടിൽ വന്ന് കാണണം എന്ന് സുരേഷ് കുറുപ്പ് ആഗ്രഹിച്ചിരുന്നോ എന്നുള്ളതായിരുന്നു ഒരു ചോദ്യം. 2 ചോദ്യമാണ് അവരെ ചോദിച്ചത്. ഒന്ന്, ടി പി ചന്ദ്രശേഖരൻ മരിച്ചത്, കൊല്ലപ്പെടുന്നത് ഞാൻ അറിയുന്നത് ആ പിറ്റേ ദിവസമായിരുന്നല്ലോ. ഒരു രാത്രി കൊല്ലപ്പെട്ടു. വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. പത്രം ഞാൻ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ തിരക്ക്. രാവിലെ 10-10:30 ഞാൻ പത്രം നോക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ഈ അന്ന് ആ ടി വി വന്നില്ല, ആരും എന്നെ വിളിച്ച് പറഞ്ഞില്ല. എങ്ങനെയോ ഞാൻ അറിയാതെ പോയി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവിലത്തെ ഏതെങ്കിലും ട്രെയിൻ കയറി പോകുമായിരുന്നു. പിന്നെ പോകുന്നതിൽ കാര്യമില്ലെന്ന് അപ്പോഴത്തേക്കെല്ലാം കഴിയും. അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര ബൈ ഇലക്ഷനായി. അത് കഴിഞ്ഞ് പാർട്ടിയുമായിട്ടുള്ള വലിയൊരു ശത്രുതയിലേക്ക് അത് വന്നു. അപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പോയാൽ ആവശ്യമില്ലാതെ അതൊരു രാഷ്ട്രീയ വിവാദമായെങ്കിലോ എന്ന് പേടിച്ച് ഞാൻ മാറി നിന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് രമയെ കണ്ടിട്ടുണ്ട്, രമയോട് ഞാൻ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അന്നത്തെ കല്യാണത്തിൻ്റെ തിരക്കിനും എല്ലാം അപ്പുറം ഇതിന് പിന്നിൽ പാർട്ടി തന്നെയാണ് എന്ന് പുറത്തു വന്നപ്പോൾ താങ്കൾ അനുഭവിച്ചൊരു മാനസിക സംഘർഷം എന്തായിരുന്നു എന്ന് പറയാമോ? ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാനത് പാർട്ടിയിൽ ആലോചിച്ച് ചെയ്തതാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഇതുമായി ഇതിൻ്റെ മാനസിക സംഘർഷത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് CPM ആണെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതോടെ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി. നമുക്കറിയാം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. 1985 കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അല്പം മുമ്പ് ജോണി ലൂക്കോസുമായിട്ട് ഇതേ വേദിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബി സംസാരിച്ചപ്പോൾ അദ്ദേഹം ജോണി ലൂക്കോസ് അദ്ദേഹത്തോട് ചോദിച്ചു, അതായത് MVR അനുസ്മരണ സമ്മേളനത്തിൽ ആദ്യമായി CPMൻ്റെ ജനറൽ സെക്രട്ടറി ഇത്തവണ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം സംസാരിച്ചത് MVR ആസ് ആൻ ഓൺട്രപ്രണർ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ കോപ്പറേറ്റീവ് സെക്ടറിൽ അദ്ദേഹം ചെയ്ത സേവനങ്ങളെക്കുറിച്ചും ഒക്കെ പാർട്ടിയുടെ ഒരു നിലപാട് മാറ്റി അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ അദ്ദേഹം സംസാരിച്ചതായി പറഞ്ഞു. അതിനെക്കുറിച്ച് ബേബി ഇവിടെ മറുപടിയും പറഞ്ഞു. എൻ്റെ ചോദ്യം അതല്ല. അതായത് അന്ന് MVR പാർട്ടിയിൽ നിന്ന് നടപടി ഏറ്റുവാങ്ങി ഈ സമയത്ത് നമുക്കറിയാം, കോട്ടയത്ത് സുരേഷ് കുറുപ്പിനൊപ്പം ഉണ്ടായിരുന്നു വലിയ സൗഹൃദ വൃന്ദമുള്ള ആളാണ് സുരേഷ് കുറുപ്പ്. അന്ന് കൂടെ ഉണ്ടായിരുന്ന, കഴിഞ്ഞ ദിവസം CP ജോണിനെ ഇവിടെ കണ്ടു. CP ജോണും ഉണ്ടായിരുന്നു ഇതേ വേദിയിൽ 2 ദിവസം മുമ്പ്. CP ജോണിനോടും ഞാൻ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. CP ജോൺ ഉണ്ടായിരുന്നു. ഇനി പേരുകൾ പറഞ്ഞാൽ KR അരുൺദാസൻ ഉണ്ടായിരുന്നു, അസീം ജസ്ബി ഉണ്ടായിരുന്നു, സുരേഷ് നമ്പൂതിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ആ സമയത്ത് കുറുപ്പിനൊപ്പം ഉണ്ടായിരുന്നവർ MVRൻ്റെ പാർട്ടിയിലേക്ക് മാറി. അപ്പോൾ ആ സമയത്ത് മാറാതെ CPMൽ ഉറച്ച് നിന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ പറ്റിയല്ല ചോദ്യം. ആ തീരുമാനം എടുക്കാൻ എത്ര നേരം വേണ്ടി വന്നു? എന്തായിരുന്നു അന്ന് CPMൽ തന്നെ ഉറച്ചു നിൽക്കാൻ തോന്നിയ ഘടകം? ഒന്നാമത്, ആ തീരുമാനം എടുക്കാൻ എനിക്ക് ഒരു നേരവും വേണ്ടി വന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതേസമയം MVR ബദൽ രേഖ അവതരിപ്പിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന ആളുകളാണ് ഞാൻ. എൻ്റെ അന്നും ഇന്നും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് CP ആണ്. അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ജോൺ പോവുകയാണെന്ന് പറഞ്ഞു. ജോൺ ഒരിക്കൽ പോലും നീ എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിച്ചില്ല. ഞാനിപ്പോൾ ജോണിനോട് പറഞ്ഞു, ജോണിനോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ജോണിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടായിരുന്നു. അതായത് MV രാഘവൻ ഈ നിലപാടെടുക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗുമായി കൂടണം എന്ന രാഷ്ട്രീയ നിലപാടുള്ള ആളായിരുന്നു ജോൺ. അപ്പോൾ MV രാഘവൻ ഇത് പറഞ്ഞപ്പം MVR പറഞ്ഞപ്പോൾ ജോൺ MVRൻ്റെ കൂട്ടത്തിൽ പോയി. ജോൺ ഈയിടെ പറഞ്ഞു, BS അച്യുതാനന്ദനാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ BSൻ്റെ കൂടെ പോകുമായിരുന്നു. പക്ഷെ എനിക്ക് CPMൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പേരിൽ CPM വിട്ടുപോകുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല, അന്നും ആലോചിച്ചിട്ടില്ല. ജോണിനും അറിയാം, എൻ്റെ വിട്ടുപോയ സുഹൃത്തുക്കൾക്കെല്ലാം അറിയാം. ജോൺ ഇവിടെ വെച്ച് ഇത്തവണ ആദ്യമായി ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. CP ജോൺ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത്, അതായത് കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള DIC
രൂപവൽക്കരിച്ച് LDFിലേക്ക് പോകുന്ന സമയത്ത് കരുണാകരൻ CP ജോണിനെയും കൂടെ, CP ജോണിൻ്റെ പാർട്ടിയും കൂടെ LDFിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിൽ ചർച്ചയ്ക്ക് പോയത് CP ജോണാണ് എന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്. എപ്പോഴെങ്കിലും CP ജോൺ ഉൾപ്പെടെയുള്ളവർ തിരിച്ചു വരണം എന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നോ, അല്ലെ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇത്ര അടുത്ത സൗഹൃദമുള്ള, ഇത്രത്തോളം ബഹുമാനിക്കുന്ന ഒരു നേതാവും സഖാവുമായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ജോൺ എൻ്റെ ഈ പാർട്ടി പ്രവർത്തനത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കി. അന്നും ഇന്നും വേദനയോടുകൂടി മാത്രം ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് ജോൺ പാർട്ടി വിട്ടുപോയത്. അപ്പോൾ ജോൺ തിരിച്ചു വരണമെന്ന് അന്നും ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ജോണിനും കൂടെ ആഗ്രഹം വേണ്ടേ? അതില്ലാത്ത ആ കാര്യം ജോണിനോടാണ് ഇനി ചോദിക്കേണ്ടത്. ജോൺ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജോൺ ഈ കുറുപ്പിൻ്റെ ഇലക്ഷനുകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ PK വാസുദേവൻ നായർ, PKVയുമായുള്ള ഒരു അടുപ്പം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളും ഉദ്ഘാടനം ചെയ്തിട്ടുള്ള PKV ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് PKV ആയിട്ടുള്ള ഒരു അടുപ്പം? ഒന്ന്, PKV കോട്ടയംകാരനാണ്. എൻ്റെ അമ്മാവന്മാർ 3-4 പേര് പാർട്ടിയിലുണ്ടായിരുന്നു. അതിലൊരമ്മാവൻ PKVയുടെ കൂടെ പഠിച്ചതാണ്. അപ്പം നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും PKക്ക് അറിയാം. പക്ഷെ PKVയുമായിട്ട് ഞാൻ ഒരു PKV ആയിട്ട് അങ്ങനെ അടുപ്പമൊന്നും പറയാൻ പറ്റില്ല. PKക്ക് വലിയ വാത്സല്യമായിരുന്നു, അത് സത്യമാണ്. അത് ഈ പശ്ചാത്തലം കൊണ്ടുകൂടി ആവാം. അപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനെല്ലാം, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ PKV ഉദ്ഘാടനം ചെയ്തു. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ജയിച്ചു. പിന്നെ 98-ൽ ജയിച്ച കൺവെൻഷനും PKV ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ PKV വരണം എന്ന് പൊതുവായൊരു വികാരമായി. അവസാനം ഞാൻ ജയിച്ച ഏറ്റവും ഒടുവിലത്തെ കൺവെൻഷൻ 2004 തെരഞ്ഞെടുപ്പ് അല്ലേ. അപ്പോൾ അന്ന് PKV മത്സരിക്കുക. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു, PKV ഒന്ന് വന്ന വലിയ ഉപകാരമായിരുന്നു, വലിയ സന്തോഷമാകുമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ തിരക്കിൻ്റെ ഇടയിൽ വന്നു. എന്നിട്ട് PKV പറഞ്ഞൊരു കാര്യം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ കൺവെൻഷനുകളെല്ലാം ഞാൻ ഉദ്ഘാടനം ചെയ്തത് പൊലിച്ചല്ലോ, അതുകൊണ്ട് ഇതും പൊലിക്കും എന്ന് PKV പറഞ്ഞു. അല്ല, വലിയ സ്നേഹമായിരുന്നു, അത് സത്യമാണ്. ഒരു വിശ്വാസം അങ്ങനെയൊന്നും അല്ല അല്ലേ? അല്ല, ഒരു രസം. അതേ ഈ തെരഞ്ഞെടുപ്പ് എന്ന് കേട്ടാൽ ഇപ്പം ഞാൻ മൈക്ക് അങ്ങോട്ട് തന്നാൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ചോദിക്കും, വീണ്ടും മത്സരിക്കുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ അത് ഞാൻ ചോദിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇല്ല, തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഞാനിനിയില്ല. അതിൻ്റെ കാലം കഴിഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് മാത്രമല്ലല്ലോ. അങ്ങനെയൊരു തെറ്റായോ ശരിയായിട്ടല്ല, തെറ്റായ ധാരണ ഉണ്ടായിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ. ഏത്? രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമാവണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ജയിക്കണം എന്നൊക്കെയുള്ളത്. അകാലത്തിൽ അന്തരിച്ച CPMൽ എൻ്റെയും ജോണിൻ്റെയും ഒക്കെ രക്ഷിതാവിനെ പോലെ ഉണ്ടായിരുന്ന NS ഒരു തെരഞ്ഞെടുപ്പിലും, N ശ്രീധരൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രമുഖനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നൊരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന ഒരു കാര്യമാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ പിടിച്ചെടുക്കേണ്ട ചില മണ്ഡലങ്ങളിൽ കുറുപ്പിനെ മത്സരിപ്പിക്കണം എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ഒരു തീരുമാനവും പലപ്പോഴും വിജയിച്ച ഘടകവും. അങ്ങനെ ഇത്രയും സ്വീകാര്യതയുള്ള ഒരു നേതാവ് ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും? അത് വെറും തത്വചിന്താപരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ 4 തവണ പാർലമെൻറ്റ് അംഗമായി, 2 തവണ നിയമസഭയിലായി. ഇനിയും അങ്ങനെ മത്സരിക്കേണ്ട കാര്യമില്ല. 70 വയസ്സാകുന്നു. MA ബേബി ഇപ്പോഴത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി വലിയ പേടിക്കേണ്ട, ഞാൻ അങ്ങനത്തെ കുഴപ്പം പിടിച്ച ചോദ്യങ്ങളൊന്നുമല്ല. അതായത് MA ബേബി വലിയ വായനക്കാരനാണ്. എപ്പോഴും CPM നേതാക്കൾക്ക് വായന, എഴുത്ത്, സാംസ്കാരിക രംഗം എന്നിവയുമായുള്ള ബന്ധം നമുക്ക് തീർച്ചയായിട്ടും അറിയാം. കുറുപ്പും നല്ല ആഴത്തിലുള്ള വായനക്കാരനാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള സാഹിത്യത്തിലും ഹിസ്റ്ററിയിലും അല്ലെങ്കിൽ ജീവചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാം അത്രയും ആഴത്തിൽ വായിക്കുന്ന ആളാണ്. ഇപ്പോൾ വായിക്കുന്ന പുസ്തകം എന്താണ് അത് വായിക്കാനുള്ള ഒരു പ്രസക്തി? ഒരു കാര്യം കൂടെ, KP അപ്പനെ പോലെ ഇങ്ങോട്ട് ആരും കയറരുതെന്ന് ബോർഡ് എഴുതി വെച്ചിരുന്ന വലിയൊരു എഴുത്തുകാരൻ പോലും കുറുപ്പിൻ്റെ സൗഹൃദത്തെ പറ്റി പറഞ്ഞിട്ടുമുണ്ട്.
ഞാൻ വലിയ വായനക്കാരനാണ്, അത് സത്യമാണ്. വലിയ വായനക്കാരെന്നുള്ള അഡ്ജക്റ്റീവ് ശരിയാവത്തില്ല. കാരണം വലിയ വായനക്കാരായ ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്. അത് പലരെയും വിനോദിനറിയാം. നമ്മൾ പുറത്താരും അറിയാത്ത വലിയ വായനക്കാരെ ഉണ്ട്. വായന ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക്. ഇപ്പോൾ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് സർദാർ കെ.എം. മണിക്കരെ കുറിച്ച് എ മാൻ ഫോർ ഓൾ സീസൺസ്, നാരായണി ബാസു എഴുതിയ പുസ്തകമാണ്. പിന്നെ ഞാൻ ഈ ആട് ഇല കടിക്കുന്ന പോലെ പുസ്തകം കുറച്ച് വായിച്ച് വേറൊരു പുസ്തകം എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കേണ്ട വായനാ സ്വഭാവമുണ്ട് എനിക്ക്. ഒരുപാട് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ, പനമ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകളുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ കുറിപ്പ് നിർബന്ധമായി വായിക്കുന്നുണ്ട്. എന്തെങ്കിലും വലിയ നേതാക്കന്മാരെ പറ്റി ഒരു ജീവചരിത്രത്തെക്കുറിച്ച് സംശയമുണ്ട്, കുറിപ്പിനോട് ചോദിച്ചാൽ മതി എന്ന് പോലും പറയുന്ന ആളുകൾ ഞങ്ങൾക്കറിയാവുന്നവരുണ്ട്. ചുമ്മാ പറയുന്ന ഞാൻ. അപ്പോൾ എന്താണ് ഈ ജീവചരിത്രം വായിക്കാനുള്ള ഒരു അതിനൊരു കാരണം? ഞാൻ വായനയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവചരിത്രം, ആത്മകഥ, അതുപോലെ ഫിക്ഷൻ. ഈ 3 കാര്യമാണ്. സത്യത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഏറ്റവും വേണ്ടത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വായിക്കുകയാണ്. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടൊരു വായന. ഇപ്പം ജോണിനും എൻ്റെ തോമസ് ഐസക്കിനൊക്കെ വളരെ ഫോക്കസ്ഡാണ് വായന. അതിൻ്റെ അപ്പുറത്തേക്ക് അവർ വേറൊരു വായന കൊണ്ടുപോകാറില്ല. അപ്പം അവർ ആ വിഷയത്തിൽ അവർ ഏറ്റവും അതോറിറ്റേറ്റീവായിട്ട് സംസാരിക്കാനും എഴുതാനും പറയാനും ഒക്കെ അവർക്ക് കഴിയും. പക്ഷെ ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ വായിക്കുന്നതിനാണ് എനിക്ക് താല്പര്യം. അതിൻ്റെ ഒരു വായനയുടെ താല്പര്യമാണ് അത്. ഗൗരിയമ്മയുടെ ഒരു ജീവചരിത്രം എഴുതാൻ ഇടയ്ക്ക് ആലോചിച്ചിരുന്നു, അതിനെക്കുറിച്ച് ചില ചർച്ചകൾ അല്ലെങ്കിൽ ചില പഠനങ്ങൾ നടത്തിയിരുന്നു. ഗോപാലകൃഷ്ണൻ പറഞ്ഞാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഗോപാലകൃഷ്ണൻ എന്താ അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് പറയാൻ പറ്റുമോ? അത് എഴുതുമോ? ഇല്ലില്ല, ഗൗരിയമ്മയുടെ ജീവചരിത്രമല്ല. എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യം, ഗൗരിയമ്മ കേരളത്തിൻ്റെ ഉണ്ണിയാർച്ച ഇതെന്നൊക്കെ പറഞ്ഞ് പൊഴുത്തുന്നതല്ലാതെ അതൊക്കെ ഒരു ഭാഗത്ത് ശരിയായിരിക്കും. പക്ഷേ ഗൗരിയമ്മ ഇന്ത്യയിൽ തന്നെയുള്ള ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റേറിയനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളിൽ അങ്ങനെ ഒരാളേ ഇല്ല, കേരളത്തിൽ അങ്ങനെ ഒരാളില്ല. അത്രയും മികച്ച പാർലമെൻ്ററി പ്രവർത്തനമാണ് ഗൗരിയമ്മ. 52 കൊല്ലം തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമാണ്. 57 ഏതാണ്ട് 38 വയസ്സുള്ളപ്പോഴാണ് ഗൗരിയമ്മയെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്, റവന്യൂ വകുപ്പ് ഏൽപ്പിക്കുന്നത്. കാർഷിക ബന്ധ നിയമം പാസ്സാക്കി. ഈ കാർഷിക ബന്ധ നിയമം ഗൗരിയമ്മ സിംഗിൾ ഹാൻഡഡ്ലി പൈലറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷത്ത് ആരൊക്കെയാണ്? പട്ടംതാണിയുള്ള സാറ്, പി.ടി. ചാക്കോ, ടി.ഐ. തൊമ്മൻ എന്നിങ്ങനെ ഒരു നീണ്ട നിര. അപ്പോൾ ഇവരെല്ലാം ക്ലോസ് ബൈ ക്ലോസ് അമെൻമെൻറ്റ് കൊടുക്കുകയും അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയൊക്കെ ചെയ്ത് ഗൗരിയമ്മ അതിൻ്റെ എല്ലാം മൊനയൊടിച്ച് ആ വാദങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞ് പൈലറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. അത് അന്ന് തൊട്ട് പിന്നെ 67 ഗവൺമെൻറ് വന്ന ഭൂപരിഷ്കരണ നിയമം, ഇതെല്ലാം ഗൗരിയമ്മ അതിസമർത്ഥമായി പൈലറ്റ് ചെയ്ത ബില്ലുകളാണ്. അപ്പോൾ ഗൗരിയമ്മയുടെ പാർലമെൻ്ററി ജീവിതം വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എഴുതണമെന്നുണ്ട്. അതിങ്ങനെ ഗൗരിയമ്മയുടെ പാർലമെൻ്ററി ജീവിതം വിലയിരുത്തപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് താങ്കൾ ഉൾപ്പെടുന്ന പാർട്ടിയുടെയും കൂടെ ഒരു ഉത്തരവാദിത്വമായിരുന്നു എന്ന് വരില്ലേ? ഇല്ല, അങ്ങനെയൊരു ഇതൊക്കെ പാർട്ടി തീരുമാനിച്ചല്ലോ എല്ലാവരുടെയും ജീവചരിത്രം എഴുതി. ഇപ്പോൾ AKJയുടെയും ഒക്കെ ജീവചരിത്രം വന്നിട്ടില്ല, മുരളി എഴുതിയിട്ടുള്ള ജീവചരിത്രമൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതൊന്നും പാർട്ടി തീരുമാനപ്രകാരം എഴുതിയതല്ല. അങ്ങനെ ഒരെണ്ണം ആരെങ്കിലും മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും പാർട്ടി അതിനെല്ലാ സഹകരണവും പിന്തുണയും കൊടുക്കും. അതല്ലാതെ പാർട്ടി തീരുമാനിച്ച് എഴുതിയിട്ടില്ല. എഴുതേണ്ടതാണ് വേണമെങ്കിൽ, അല്ല അത് ചെയ്യാവുന്നതാണ്. ജീവചരിത്രവും ആത്മകഥയൊക്കെ വലിയ ചർച്ചയാവുന്ന കാര്യമാണ്. ജീവചരിത്രവും ആത്മകഥയും തമ്മിൽ വലിയ ദൂരമില്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. ഇത്രയും വായിക്കുന്ന ഒരാൾക്ക്, ഇത്രയും മറ്റാളുകളുടെ ജീവിതം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാൾക്ക്, അതിനെപ്പറ്റി സ്വന്തമായ നിലപാടുള്ള ഒരാൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇവിടെ വെച്ച് ഞാൻ ഒരു ആത്മകഥ എഴുതുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ അത് കൊത്തിക്കൊണ്ടു പോകാൻ ഒരുപാട് പ്രസാധകരുണ്ടാവുമെന്നും അറിയാം, അതിന് സാധ്യതയുണ്ടെന്നും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് കുറിപ്പ് ആത്മകഥ എഴുതുമോ, എഴുതില്ലെങ്കിൽ അത് സത്യസന്ധമായി പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മടിച്ചു നിൽക്കുന്നു? അങ്ങനെയല്ല,
അത്ര വലിയൊരു ജീവിതമല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എഴുതാത്തത്. അത്ര വലിയ ജീവിതമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ സമയം പതുക്കെ നമ്മുടെ ഈ സെഷൻ തീരാറാവുന്നു. ഇതിൻ്റെ എപ്പോഴും കഴിഞ്ഞ ദിവസത്തെ ഒരു സെഷന് പോലും ഈ വേദിയിലിരിക്കുന്ന എന്നേക്കാൾ കൂടുതൽ നല്ല ചോദ്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് എനിക്കറിയാം പലപ്പോഴും. അപ്പോൾ ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആരെങ്കിലും ചോദ്യങ്ങളുള്ളവരുണ്ടെങ്കിൽ കൈപൊക്കിയാൽ. നമസ്കാരം. കുറുപ്പിന് എന്നെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ കാരാപ്പുഴയിലെ കർത്തായുടെ അനിയനാണ്. പിന്നെ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എൻ്റെ അടുത്ത സുഹൃത്താണ്, എൻ്റെ ചേട്ടൻ്റെ സുഹൃത്താണ്. ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. 1984 സുരേഷ് കുറുപ്പ് അവിടെ ജയിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച പോലെ തന്നെ ഞാൻ ആ അർത്ഥത്തിൽ തന്നെ പറയുന്നു, പാർട്ടിയുടെ വോട്ട് മാത്രം കിട്ടിയിട്ടല്ല സുരേഷ് കുറുപ്പ് ജയിച്ച. സുരേഷ് കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തിത്വത്തിന് കിട്ടിയ വോട്ടാണ്. ഇപ്പോൾ ഒരുപാട് സുരേഷ് കുറുപ്പ് നിഷേധിക്കുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അത് തന്നെയാണ് എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത്. എൻ്റെ അമ്മ ഒന്നാന്തരം കോൺഗ്രസ്സുകാരിയാണ്. എന്നിട്ട് പോലും കുറുപ്പ് വന്നപ്പോഴത്തോട്ട് പറഞ്ഞു, ഇല്ല ഞാൻ കുറുപ്പിന് തന്നെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പരാമർശിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. പരാമർശിക്കാതെ പോയ കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. കേരള യൂണിവേഴ്സിറ്റി, അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫിലിം സൊസൈറ്റിയിലൊക്കെ, ദൃശ്യ ഫിലിം സൊസൈറ്റി, മാസ് ഫിലിം സൊസൈറ്റി ഒക്കെ ഉണ്ട്. ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് എൻ്റെ അറിവ് ശരിയാണ് ഇറുതിക്കട്ടക്കിനെ മൃണാൾ സെന്നിനെ കൊണ്ടുവന്ന് ആദ്യം ചലച്ചിത്രോത്സവം നടത്തിയ വ്യക്തി ഈ കുറുപ്പാണ്. മണി കൗളും കൊണ്ടുവന്ന് 1979 അന്നു അല്ലേ കുറുപ്പാ. പലർക്കും അത് അറിഞ്ഞുകൂടാ. സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടുകാരനെ, കോട്ടയക്കാരൻ. ഞാൻ കോട്ടയം വിട്ടിട്ട് ഒത്തിരി നാളായെങ്കിലും തന്നെ ഇപ്പോഴും എൻ്റെ വീട് അവിടെയുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര, കുറുപ്പ് കുറച്ചു മുമ്പേ ഒരു ഇത് പറഞ്ഞു, ഈ എന്താ പറയുക, ഇവിടുന്ന് പോയ കേന്ദ്രമന്ത്രിമാർ പലരും ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് കിടക്കാം, അത് വ്യക്തിപരമായിട്ട് പറയുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിലോട്ട് കിടന്ന് ഇവിടുന്ന് പോയ പല ഇവിടുന്ന് പോയ കേന്ദ്രമന്ത്രിമാർ, ഇപ്പോൾ ഉള്ള കേന്ദ്രമന്ത്രിമാർ പലതും ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചേട്ടെ, UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7 കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്നുണ്ടായിരുന്നു. ഇവരെന്ത് ഇവിടെ ചെയ്തു സാർ? എനിക്കൊന്ന് അറിയാനുള്ള ഒരാഗ്രഹമുണ്ട്. പിന്നെ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചാണ്, ആർട്ടിക്കിളല്ല, നമ്മുടെ മാതൃഭൂമി വാരാന്ത പതിപ്പ് വന്നതാണ്. ജയമോഹൻ പറഞ്ഞു, ഇവിടെ ഹിന്ദു വർഗീയതയെ വളർത്തിയത് ആരാണെന്ന് വെച്ചാൽ ഈ ബുദ്ധിജീവികളെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ബുദ്ധിജീവികൾ തന്നെ, റോമില താപ്പറും ഇവരെ പോലെയുള്ളവരാണ് ഇവിടെ ഹിന്ദു വർഗീയതയെ വളർത്തിയെന്ന്. ഇതൊരു സത്യമല്ലേ? പിന്നെ സുരേഷ് കുറുപ്പും മറ്റ് ഈ ഇന്ത്യൻ കോൺഫ്യൂസിലെ ഇത് പറഞ്ഞു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതൊക്കെ അതിന് ഒന്നും സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ചോദ്യത്തിന്, ഈ 2 ചോദ്യത്തിന് ഒന്ന് ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. അതായത് UPA ഗവൺമെൻറ് കാലത്ത് ആരായിരുന്നു കേന്ദ്രമന്ത്രി? ഞാനിപ്പം പേരുകൾ KV തോമസ്, ശരി, ഞാൻ പെട്ടെന്ന്, അതായത് ഇല്ല, ശശി തരൂരൊന്നും ഇല്ല. ഞാനുള്ള UPA ഗവൺമെൻറ്റുള്ള ആ പാർലമെൻറ്റിൽ ഇവരാരുമില്ല. ഇവർ മന്ത്രിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനിയിപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ അങ്ങനെ പ്രകടമായ ഒരു കാര്യം ചെയ്തതായിട്ട് ഓർക്കാനൊന്നുമില്ല, അത് സത്യമാണ്. പക്ഷേ കേരളം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. അത് അല്ലെങ്കിൽ ആരും ഓർക്കാത്ത ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. സമയമുണ്ടല്ലോ അല്ലേ വിനോദ്? പിന്നെ 6 മണി വരെ നമുക്ക് പോവാം. 6 മണി. അതായത് ഈ കോട്ടയം വഴിയുള്ള റെയിൽവേ ലൈൻ ഡബിൾ ലൈൻ ആക്കണം എന്നുള്ളത് കേരളത്തിൻ്റെ നിരന്തരമായ ആവശ്യമായിരുന്നു. അപ്പം കേരളത്തിലെ എല്ലാ MPമാരും എല്ലാ റെയിൽവേ ബഡ്ജറ്റിന് മുമ്പ്, ഇപ്പം റെയിൽവേ ബഡ്ജറ്റ് ഇല്ലല്ലോ, എല്ലാ റെയിൽവേ ബഡ്ജറ്റിൻ്റെയും മുമ്പ് കൊണ്ട് നിവേദനം കൊടുക്കും, അത് ചവറ്റോട്ടേ പോകും. നിതീഷ് കുമാർ റെയിൽവേ മന്ത്രിയായിരുന്നത് വാജ്പേയി ക്യാബിനറ്റിലാണ്, വാജ്പേയിയുടെ മന്ത്രിസഭയിലാണ് അല്ലേ? കേരളം മറന്നു പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആരും ഓർമ്മിപ്പിക്കാത്ത ഒരു കാര്യം, ഇവിടുത്തെ ഈ ലൈൻ, ഇവരുടെ നിലപാട് എന്തായിരുന്നു അറിയാവോ? ഇവർ മാപ്പ് വെച്ചിട്ട് പറയും, ആലപ്പുഴ ഒരു ലൈനുണ്ട്, ഇത് കോട്ടയം അതിൻ്റെ പാരൽ ലൈനാണ്, ഇത് പ്രാക്ടിക്കലി ഡബിൾ ലൈനാണ്, ഇനി ഇത് ഡബിൾ ചെയ്യേണ്ട കാര്യമില്ല, മാത്രമല്ല അപ്രായോഗികമാണെന്നെല്ലാം പറഞ്ഞ് ഇതിങ്ങനെ തട്ടി പോവുക. പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ആ റെയിൽവേ ബഡ്ജറ്റ്. അന്ന് PKB പാർലമെൻറ്റിലുള്ള സമയം PKBയുടെയും മറ്റും വീരേന്ദ്രകുമാർ അവരെല്ലാം ഉണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി
എല്ലാ പാർട്ടിയിലും പെട്ട എം പിമാരാണ് എല്ലാ വർഷവും കൊടുക്കുന്നത് കേട്ടോ, ഒന്നിച്ച് കൊടുക്കുന്നത്. നിതീഷ് കുമാറിന് ഇത് കൊടുത്തു. നിതീഷ് കുമാറാണ് ആദ്യമായിട്ട് ഈ ഡബിളിങ്ങിനുള്ള ഫണ്ട് അനുവദിച്ചു. പിന്നെ പുറകെ വന്ന കേന്ദ്രമന്ത്രിമാരെല്ലാം അതിന് പിന്നെ റെയിൽവേ ബഡ്ജറ്റുകളിൽ പണം ഉൾക്കൊള്ളിച്ചു. അപ്പം നിതീഷ് കുമാറാണ് ഇത് തുടങ്ങി വെച്ചത്. അത് പലരും ഓർക്കാറില്ല, ആരും പറയാറുമില്ല. ഞാനതിപ്പം കേരളം നിതീഷ് കുമാറിനോടൊരു നന്ദി കാണിക്കേണ്ടതാണ്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പ്ലീസ്. സഖാബി, കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അത് ഭൂപരിഷ്കരണം കൊണ്ടുവന്നു. ആ ഭൂപരിഷ്കരണം കൊണ്ടുവന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഗവൺമെൻറ്റിന് പിരിച്ചുവിടുന്നു. അതിന് CIAയുടെ സഹായം ഉണ്ടായിരുന്നു. ഈയിടെയായിട്ട് ബ്രിട്ടൻ്റെ സഹായം പോലും അതിനുണ്ടായിരുന്നു എന്ന് പറയുന്നു. കേരളത്തിൽ എല്ലാവർക്കും ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ സമത്വം എന്നൊരു ആശയം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ അത് വ്യാപിക്കുമെന്നും ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആകുമെന്ന് ഇവർ ഭയപ്പെട്ടോ? ബ്രിട്ടൻ അടക്കം ഇടപെടണോ സർ? കേരളത്തിലൊരു ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ സഖാവ് എന്ത് പറയുന്നു? ഭയപ്പെട്ടിട്ടുണ്ടാവാം. കാരണം ബ്രിട്ടീഷുകാരൻ ആദ്യം വന്നത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിൽ കൂടെ ആണല്ലോ. അവരുടെ എല്ലാം ഈ കൊളോണിയൽ ആധിപത്യം നമ്മുടെ ഈ ചെറിയ സ്ഥലത്തൂടെയാണ് തുടങ്ങിയത്. അത് അങ്ങനെ ഒരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ കേരളത്തിൽ വരുന്ന കാര്യം ഇന്ത്യയിലാകെ പടരുമെന്ന് ചിലപ്പോൾ അവർ ഭയപ്പെട്ടിട്ടുണ്ടാവാം. അവരുടെ സഹായം ഈ വിമോചന സമരത്തിനും എല്ലാം CIAയുടെ ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ആരും നിഷേധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഹോർത്തൂസിലെ രാഷ്ട്രീയ സംവാദത്തിലെ ഈ വർഷത്തെ രണ്ടാം ഹോർത്തൂസിലെ അവസാനത്തെ രാഷ്ട്രീയ സെഷൻ കൂടിയാണ് ഇവിടെ. ഇതിൽ പങ്കെടുത്ത സുരേഷ് കുറുപ്പിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, രാഷ്ട്രീയ കേരളത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു. വിനോദേ, എനിക്ക് വലിയ നന്ദിയുണ്ട്. ഇതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക ഉത്സവത്തിൽ എന്നെ ക്ഷണിച്ചതിനും ഇത്തരം ഒരു വേദി തന്നതിനെല്ലാം നന്ദിയുണ്ട്. പക്ഷേ ഇതിനിട്ട തലക്കെട്ടിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉറപ്പാണ് സുരേഷ് കുറുപ്പെന്നാണ്. കുറുപ്പിൻ്റെ ഉറപ്പാണെന്ന് എഴുതിയാൽ മതിയായിരുന്നു. ശരിയല്ല, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇതിൽ സദസ്സിൽ ഉള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം.